Modi ji, look at what your NTA has just done. UGC NET exams are for Sociology, English and Commerce were held between 22nd and 30th June. Nearly 2 months later, NTA has cancelled all three because it set faulty papers and repeated old questions. രാഹുൽ ഗാന്ധിയുടെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇന്നലെയാണ് UGC നെറ്റ് എക്സാം, അത് കൊമേഴ്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി, ഈ 3 നെറ്റ് എക്സാമുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് റീ എക്സാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള NTA പ്രഖ്യാപനം വരുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യത്ത് ചോദ്യപേപ്പർ ലീക്കും ഈ NTA നടക്കുന്ന ക്രമക്കേടുകളും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിൽ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായ ഒരു ഘട്ടത്തിൽ രാജ്യത്തിൽ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമാകുന്നതിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളും നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും 2 മാസം മുമ്പ് പ്രഖ്യാപിച്ച, അതായത് ജൂണിൽ നടത്തിയ ജൂൺ 20 മുതൽ 30 വരെയുള്ള കാലയളവിൽ 22 മുതൽ 30 വരെയുള്ള കാലയളവിൽ നടത്തിയ UGC നെറ്റിൻ്റെ 3 എക്സാമുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്തേ കാരണം ഈ പറയുന്ന ചോദ്യപേപ്പർ തന്നെയാണ് വിഷയം. ചോദ്യപേപ്പർ തന്നെയാണ് വിഷയം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു ക്യാൻസൽ, പരീക്ഷ നടത്തുക ക്യാൻസൽ ചെയ്യുക, പരീക്ഷ നടത്തുക ക്യാൻസൽ ചെയ്യുക, ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാജ്യം എത്തുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട്. 56 ഇഞ്ചിൻ്റെ നെഞ്ചളവ് മതിയാകുന്നില്ല. വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യക്ഷമമായിട്ട് വിദ്യാർത്ഥികളുടെ ഈ പറയുന്ന ക്യാപ്പബിലിറ്റി അളക്കാൻ പോലും രാജ്യത്തെ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കഴിയുന്നില്ല. എന്നിട്ടും നരേന്ദ്രമോദി വിളിക്കുന്നത് നെക്സൽ ദിമാഗി നെക്സൽസ്. യെസ്, കറക്റ്റാണ്. ദിമാഗുണ്ട്. ദിമാഗുള്ളവൻ ചോദ്യം ഉയർത്തുമ്പോൾ അവൻ നെക്സലായി മാറുന്നു. ബുദ്ധിയുള്ളവൻ ചോദ്യം ഉയർത്തുമ്പോൾ അതും വെരി ടഫ് ക്വസ്റ്റ്യൻസ്, മറുപടികൾ പറയാൻ സാധിക്കാത്ത അതികഠിനമായ ക്വസ്റ്റ്യനുകൾ ബുദ്ധിയുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ രാജ്യത്തെ 56 ഇഞ്ചിൻ്റെ നെഞ്ചളവ് കൊണ്ട് അതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല ചായവാലക്ക് എന്നുള്ളതാണ് അല്ലേ. ഇനി ഈ വിദ്യാർത്ഥികളോടൊരു മറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, പ്രോപ്പറായിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ പോലും രാജ്യത്തെ ടെസ്റ്റിംഗ് ഏജൻസികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേട് എന്താണ് മിസ്റ്റർ മോഡി? എന്താണ് ഇതിൽ പരം നാണക്കേടുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജൂൺ 22 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ, അതായത് 3 എക്സാമുകളാണ്, അതുകൊണ്ടാണ് 22 മുതൽ 30 വരെ എന്ന് പറയുന്നത്. ഒരു പേപ്പർ UGCയുടെ ഒരു നെറ്റ് എക്സാമിൻ്റെ പേപ്പറല്ല പ്രശ്നം. UGC നെറ്റ് എക്സാം നടത്തിയ സോഷ്യോളജി, കൊമേഴ്സ്, ഇംഗ്ലീഷ്, ഈ 3 വിഷയങ്ങളിൽ നടത്തിയിരിക്കുന്ന നെറ്റ് എക്സാമുകൾ തകർത്ത് എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷാ പേപ്പർ ഉത്തരം എഴുതാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ അപാകതയാണ്, കുറവാണ്, അയാളുടെ ക്യാപ്പബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയോട് പ്രോപ്പറായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്ത് ചോദിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെന്തിനാണോ ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം? എന്തിനാ ഇങ്ങനെ ഒരു സിസ്റ്റം? ഈ സിസ്റ്റത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ എല്ലാം അയോഗ്യരാണ്, ഇൻകോമ്പീറ്റൻ്റ് ആണ്, രാഹുലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. ബിക്കോസ് ആ കസേരകളിലേക്ക് അവരെത്തിയത്, ആ കസേരകൾ നേരായ വഴികളിലൂടെയല്ല അവർ നേടിയത്, മറിച്ച് ഓരോ കസേരകളും പർച്ചേസ് ചെയ്യപ്പെട്ടതാണ്. വിലക്ക് വാങ്ങിയിട്ട് ആ കസേരകളിൽ ഇരിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എല്ലാ കസേരകളും വിലക്ക് വാങ്ങിയിട്ടുണ്ടല്ലേ? നീയും ഇരിക്കുന്ന കസേര വിലക്ക് വാങ്ങിയതല്ലേ? എടോ, വിലക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചിട്ട്, രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ട്, രാജ്യത്തെ ജുഡീഷ്യറിയെ വിലക്ക് വാങ്ങിയിട്ട്, രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെ വിലക്ക് വാങ്ങിയിട്ട് ആ കസേരകളിൽ ചെന്നിരിക്കുന്നവരാ അധികാര കസേരകൾ വിലക്ക് വാങ്ങിയതാ. അധികാര കസേരകൾ ഒരിക്കലും വിലക്ക് വാങ്ങേണ്ടതില്ല. അധികാര കസേരകൾ ജനം പതിച്ചു നൽകേണ്ടതാണ്. ആ കസേരകൾ ജനം തങ്ങൾക്ക് പതിച്ചു നൽകില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് കസേരകൾ വിലക്ക് വാങ്ങിയവർ കസേരയിൽ കയറിയിരിക്കുമ്പോൾ രാജ്യത്ത് വിദ്യാർത്ഥികൾ 1000 ചോദ്യങ്ങൾ നരേന്ദ്രമോദിക്ക് മുന്നിൽ വെക്കുകയാണ്.
ആ ചോദ്യങ്ങളെല്ലാം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇന്നേ വരെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാ. എന്നാൽ ഈ വിദ്യാർത്ഥികളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ മിസ്റ്റർ മോഡി നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. രാഹുൽ തുടരുന്നു. Thousands of candidates who prepared for years, filled forms, paid the fees, traveled to distant centers must now do it all again in September. NDA makes the mistake, but the students serve the sentence. വിദ്യാർത്ഥികളുടെ വർഷങ്ങളുടെ പരിശ്രമമാണ്, കഠിനാധ്വാനമാണ്. അവർ ഫീസ് അടച്ചു, അവർ വിദൂര പരീക്ഷാ സെൻറ്ററിലേക്ക് യാത്രകൾ ചെയ്തു, കഷ്ടപ്പാടുണ്ടായി, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അവർ ഉറക്കമൊഴിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും NTA മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ മിസ്റ്റേക്ക്, രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെ കഴിവുകെട്ട ഒരുത്തൻ, കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്ന് പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? അതുപോലെ രാജ്യം ഭരിക്കാൻ അറിയാത്തവൻ രാജ്യക്കസേര, അധികാര കസേര വിലക്ക് വാങ്ങി വന്നിരിക്കുമ്പോൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്നു, കർഷകർ അനുഭവിക്കേണ്ടി വരുന്നു, സാധാരണക്കാരൻ അനുഭവിക്കേണ്ടി വരുന്നു. രാജ്യത്തെ ഈ പറയുന്ന കോർപ്പറേറ്റുകളല്ലാത്ത, സംഘപരിവാരമല്ലാത്ത എല്ലാവർക്കും കഷ്ടതകളും ക്രൈസിസും മാത്രമാണ്, പ്രതിസന്ധികൾ മാത്രമാണ്. ആലോചിക്കണം. NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അവരുടെ വീഴ്ച ആരനുഭവിക്കേണ്ടി വരുന്നു? വിദ്യാർത്ഥികൾ അനുഭവിക്കേണ്ടി വരുന്നു. വീണ്ടും സെപ്റ്റംബറിൽ പരീക്ഷ നടത്തുമെന്ന് പറയുമ്പോൾ ഇതേ ജൂണിലെടുത്ത പരീക്ഷ എഴുതാൻ വേണ്ടി എടുത്ത എഫേർട്ട്, വീണ്ടും അതേ എഫേർട്ട് ഒരു കാര്യത്തിന് വേണ്ടി 2 വെടി വെക്കേണ്ടി വന്ന കഥ. ഒരേ കാര്യത്തിന് 2 പോക്ക് പോകേണ്ടി വരില്ലല്ലോ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് നാടൻ ഭാഷയിൽ. 2 പോക്ക് പോകണ്ടല്ലോ എന്ന്. 2 പോക്ക് പോകണ്ടല്ലോ എന്ന്. ഇതിപ്പോൾ 2-ൽ തീരുമെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ. 2-ൽ തീരുമെന്ന് ഇതൊരു ഉറപ്പുമില്ല. കാരണം രാജ്യം ഭരിക്കുന്നത് കഴിവുകെട്ട, കസേര പർച്ചേസ് ചെയ്തിട്ട് അതിൽ ചെന്നിരിക്കുന്ന അയോഗ്യനാണ് എന്നുള്ളതാ. വളരെ കൃത്യമാണ്. കളിക്കുന്നതും ഭീഷണിയാവുന്നതും വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ടും വിദ്യാർത്ഥികളുടെ ഭാവിക്കുമാണ് എന്നുള്ളതാ. വളർന്നു വരുന്ന ഒരു തലമുറയുടെ ഫ്യൂച്ചർ, അതിനെ നശിപ്പിക്കാൻ രാജ്യത്ത് ചാണകം തിന്നുന്നവൻ മതിയടോ, രാജ്യത്ത് മൂത്രം കുടിക്കുന്നവൻ മതിയടോ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി. അക്ഷരാഭ്യാസമുള്ളവൻ രാജ്യത്ത് വളർന്നു വന്നു കഴിഞ്ഞാൽ അവൻ ഇതുമാതിരി ടഫസ്റ്റ് ക്വസ്റ്റ്യനുകളുമായിട്ടെത്തും. മറുപടി പറയാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല തകർത്ത് തരിപ്പണമാക്കുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും. രാഹുൽ തൻ്റെ കുറിപ്പ് കുറച്ചധികമുണ്ട്, ഞാനത് ഫുള്ളിൽ പോകുന്നില്ല. ഈ പറയുന്ന നിങ്ങൾ നോക്കണം, നീറ്റ് എക്സാം ക്രമക്കേട് നടത്തി, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റു, സംഘപരിവാരം കാശുണ്ടാക്കി. എന്താണ് ആഫ്റ്റർ എഫക്റ്റ്? 10, 18, 19, 20, 22, 23 വയസ്സുള്ള വിദ്യാർത്ഥികളുടെ ജീവനായിരുന്നു അനന്തര ഫലമെന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥികളെ ആ പരീക്ഷയ്ക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ആ വിദ്യാർത്ഥികളുടെ വർഷങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല രാജ്യത്ത്. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വിദ്യാഭ്യാസത്തിന് പുല്ല് വിലയാണ്. വിലയുള്ളത് എന്തിനാ? വിലയുള്ളത് ചാണകത്തിന്, വിലയുള്ളത് മൂത്രത്തിന്, വിലയുള്ളത് പശുവിന്. ജനങ്ങൾക്ക് വിലയില്ല, അവൻ്റെ വിദ്യാഭ്യാസത്തിനൊരു വാല്യൂ ഇല്ല, അവൻ്റെ ജീവനൊരു വിലയില്ല. ആലോചിക്കണം. രാജ്യം ഭരിക്കുന്നത് ഫാസിസ്റ്റ് ഭരണാധികാരികളായാൽ ഇതാണ് അനന്തരഫലമെന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. രാജ്യത്തെ ഒരു ഭാഗത്ത് ഹയർ എഡ്യൂക്കേഷൻ മേഖലയെ തകർത്തതുപോലെ തന്നെ മറുഭാഗത്ത് രാജ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖല തകർത്ത് തരിപ്പണമായിരിക്കുന്നു. സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാൻ ഒരു പള്ളിക്കൂടമില്ല, ഒരു ഭയമില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ക്ലാസ് മുറികളില്ല. ക്ലാസ് മുറികൾ ഉണ്ടെങ്കിൽ അവിടെ ബെഞ്ചില്ല, ബെഞ്ചുണ്ടെങ്കിൽ ഡെസ്കില്ല, ഡെസ്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ബോർഡില്ല, ബ്ലാക്ക് ബോർഡ് ഉണ്ടെങ്കിൽ ചോക്കില്ല. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ പുസ്തകമില്ല, ഇനി പുസ്തകവും ഉണ്ടെങ്കിൽ ടീച്ചറില്ല, ടീച്ചർ ഉണ്ടെങ്കിൽ പുസ്തകമില്ല. കുടിക്കാൻ വെള്ളമില്ല,
ശൗചാലയങ്ങളില്ല, ബാത്റൂമുകളില്ല. രാജ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തെ പോലും തകർത്ത് തരിപ്പണമാക്കിയിട്ട് മിസ്റ്റർ മോഡി എന്താണ് നിങ്ങൾ പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ? ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്താ കരുതുന്നത്? രാജ്യത്ത് UPI ട്രാൻസാക്ഷൻ നടന്നാൽ ഡിജിറ്റൽ ഇന്ത്യ ആയി എന്നോ? ഡിജിറ്റൽ ഇന്ത്യ പോയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആത്മാവിനെ പോലും നിങ്ങൾ തച്ച് തകർത്തിരിക്കുന്നു അല്ലേ? ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൻ്റെ ആത്മാവിനെ പോലും നിങ്ങൾ തച്ച് തകർത്തിരിക്കുന്നു. രാജ്യത്ത് വളർന്നു വരുന്ന തലമുറക്ക് വിദ്യ നുകരാൻ ഒരു സിറ്റുവേഷൻ, ഒരു അന്തരീക്ഷം, ഒരു വിദ്യാഭ്യാസ വിപ്ലവം നടത്തുന്നതിന് പകരം നിങ്ങളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ മോഡി? ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും കഥകളും കള്ളക്കഥകളും ഉണ്ടാക്കിയിട്ട് രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ? നിങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാകും സോഷ്യൽ മീഡിയകളിൽ. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, പ്രൈമറി സ്കൂളുകൾ, ആ സ്കൂളുകളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടാകും. ഒരുപക്ഷെ കേരളത്തിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു കാഴ്ച നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയില്ലായിരിക്കും. എന്തായാലും കേരളക്കാർക്കും മലയാളിക്കും കാണാൻ ഉത്തരേന്ത്യകളിൽ അത്തരം കാഴ്ചകൾ നിരവധി ഉണ്ട് എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ്.